സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബേബി പൊട്ടറ്റോയും നമ്മുടെ ഗ്രീൻ പീസ് വെച്ചിട്ടൊരു അടിപൊളി ഒരു കറി. ഇത് ചപ്പാത്തി, ഇടിയപ്പം, പൊറോട്ട എല്ലാത്തിനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. അതിന് വേണ്ടി ഞാൻ ബേബി പൊട്ടറ്റോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ സവാള, ടൊമാറ്റോ, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അതൊന്ന് ആ പാനിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷമാണ് നമുക്ക് തക്കാളി ചേർക്കേണ്ടത്. തക്കാളിയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് അങ്ങ് ഉടയൊന്നും വേണ്ട തക്കാളി, പക്ഷെ ചെറുതായിട്ടൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർക്കുന്ന സമയത്ത് ഒരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരിക്കും ആ സവാളയ്ക്ക് കറിയിൽ കിടക്കുമ്പോൾ. പിന്നെ ഞാൻ ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്, ഗ്രീൻ പൊട്ടറ്റോയും ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് വേവിച്ച സ്റ്റോക്കും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേബി പൊട്ടറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ആണ് കേട്ടോ വേവിച്ചെടുത്തത്, കാരണം പൊട്ടറ്റോയ്ക്ക് വേറെ വേവാണ്, ഗ്രീൻ പീസിന് വേറെ വേവാണ്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആണ് വേവിച്ചെടുത്തത്. എന്നിട്ട് അത് അതിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ചു വെക്കുക, മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടി. അതിനുശേഷം തുറന്നതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരിഞ്ചീരകൾ പൊടിയും പിന്നെ ചിക്കൻ മസാലയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത് കേട്ടോ. അതാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്, അതാണ്. പിന്നെ ഞാൻ ഗ്രീൻ പീസ് വേവിച്ചില്ലേ സ്റ്റോക്ക്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാൻ കേട്ടോ, പക്ഷെ ചൂടുവെള്ളം ചേർക്കണേ. അങ്ങനെ ചേർക്കുമ്പോൾ അടച്ചു വെക്കുക. അതിനുശേഷം തുറന്നിട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി കറിയാണ് കേട്ടോ.